ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഹയാത്തിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പറയാണ് ഇവിടുത്തെ പപ്സ് കഴിക്കാൻ പോകണമെന്ന്. അതെ, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഒരു എന്നാ പറയുന്നത് ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള പപ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ അതെ. സോ കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്, അപ്പം ചേച്ചി കഴിച്ചിട്ടില്ല. സോ ഇവിടെ വന്നപ്പോൾ തൊട്ട് പപ്സ് കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇപ്പം സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. സോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒരു 24 hours ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സോ തീർന്നു പോകത്തില്ലായിരിക്കും. അതെ അതെ. സോ അവിടെ ചെല്ലുമ്പോൾ പപ്സ് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പോവാണ്. സോ ഇത് ഇവരുടെ ലോബി ഏരിയയിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് സ്നാക്സും പേസ്ട്രീസും അതുപോലെ തന്നെ കോഫി, മിൽക്ക് ഷേക്ക്, അങ്ങനെ കുറേ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന സ്പേസാണിത്. സോ നമ്മളിവിടെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ പപ്സ് ഉണ്ടോയെന്ന്, പിന്നെ കൂടെ എന്ത് ഡ്രിങ്ക് ഓർഡർ ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് എഗ് പപ്സും ചിക്കൻ പപ്സും മാത്രമേ കിട്ടിയുള്ളൂ. അവർ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ അല്ല, 24 hours ഇല്ല. സോ ഇപ്പം നമ്മൾ ഒരു എഗ് പപ്സും ഒരു ചിക്കൻ പപ്സും പിന്നെ ഒരു ചോക്ലേറ്റും പിന്നെ ഒരു വാനില മിൽക്ക് ഷേക്കും പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം: എഗ് പപ്സും ചിക്കൻ പപ്സും മിൽക്ക് ഷേക്സും. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളി. എന്ത് ടേസ്റ്റാണ് വരുന്നത്? നല്ലതും ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല വർത്തിട്ട്. സോ ഇതിന്റെ ഇത് കണ്ട് നമ്മൾ ഔട്ടർ ഇതിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഫ്ലഫി സോഫ്റ്റ് ആണ്. അതെ. എങ്ങനെയുണ്ട്? ഇത് ശരിക്കും ഉണ്ടല്ലോ അല്ലേ? പറ. ലൈഫിൽ എനിക്കിത് ഞാൻ ലൈഫിൽ കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പപ്സാണ്. ക്ഷേമയ്ക്ക് എന്ത് തോന്നുന്നു? പപ്സ് എവിടെയും കിട്ടില്ല. വർത്തിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മണവും. മിൽക്ക് ഷേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യ് പെട്ടെന്ന്. വെയിറ്റ് ചെയ്യ്. ഫുൾ കഴിച്ചു തീർക്കല്ലേ, ഞാൻ വരുന്നുണ്ട്. ക്ഷേമ ഒരു വാനില മിൽക്ക് ഷേക്കാ, ഞാൻ ചോക്ലേറ്റാ. റിഫ്രഷ്. എൻ്റെ ചോക്ലേറ്റ് ഇതാ ഞാൻ ഇത്രയും കുടിച്ച് തീർത്തിട്ടുണ്ട്, അതും സൂപ്പറായിട്ടുണ്ട്. ഒരു പപ്സ് നമ്മൾ കഴിച്ച് തീർത്തു. ഒരു പപ്സ് നമ്മൾ കഴിച്ച് തീർത്തു. ഇതാ എംപ്റ്റി പ്ലേറ്റ്. ഇനി ഇതുകൂടെ നമ്മൾ കഴിക്കട്ടെ.